ഹായ്, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെല്ലാ ഉപദേശം വീഡിയോ കേൾക്കുമ്പോഴും നമ്മൾ വിചാരിക്കും, ഇവരൊക്കെ ഇതെല്ലാം അങ്ങ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. സത്യം പറയാം, ഞാൻ ഉൾപ്പെടെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ ഉൾപ്പെടെ ആരും ഇതൊന്നും കംപ്ലീറ്റ്ലി ചെയ്യുന്നവരല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇരുന്ന് പ്രസംഗിക്കുന്നത്? നിങ്ങളോടൊപ്പം ഞങ്ങൾക്കും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, എനിക്കും ഒരു ചേഞ്ച് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യുന്നതാണ് മിക്ക ആൾക്കാരും. അതുകൊണ്ട് അവരോടും ദേഷ്യം തോന്നണ്ട. ഈ പറഞ്ഞ തെറ്റുകളും കാര്യങ്ങളും ഒക്കെ എല്ലാവരുടെ ലൈഫിലും അവർക്ക് സംഭവിച്ചിട്ടുള്ളതും അതിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിൽ നിന്നൊരു പാഠം പഠിച്ച് മാറിയവരുമായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല ഉപദേശങ്ങൾ തരുന്നത്. സോ അത് ജസ്റ്റ് ഒന്ന് കേൾക്കുക, തിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. നമുക്കൊക്കെ ലൈഫിൽ എന്ത് കിട്ടിയാലും ചിലപ്പോൾ നമ്മൾ പറയണുണ്ടായിരിക്കും, ഇപ്പം അച്ഛനും അമ്മയൊക്കെ കുറേ ഫുഡ് ഉണ്ടാക്കി തരുന്നു, അല്ലെങ്കിൽ അച്ഛൻ ജോലി ചെയ്തു എല്ലാം കൊണ്ട് തരുന്നു, നന്ദിയുള്ളവരായിരിക്കുക. നമ്മൾ പറയാറുണ്ടല്ലേ, നിങ്ങളെനിക്ക് അത് ചെയ്ത് തന്നില്ലല്ലോ, നിങ്ങളെനിക്ക് ഇത് ചെയ്ത് തന്നില്ലല്ലോ, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറയും. അവരൊക്കെ എത്രയൊക്കെ ചെയ്തു തന്നാലും ഈ ഞാനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ബട്ട് ആക്ച്വലി ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം, ഒരിക്കലും പറയരുത് അവരൊക്കെ അവരുടെ ഫുൾ പൊട്ടൻഷ്യലിൽ നിന്നുകൊണ്ട് ചെയ്തു തരുന്നുണ്ട്, അപ്പം എന്താണ് ചെയ്യാത്തതെന്ന് അവർക്കും ചിലപ്പം അറിയുന്നുണ്ടായിരിക്കത്തില്ല, അവർ മനഃപൂർവ്വം ചെയ്തതായിരിക്കത്തില്ല. ക്ഷമിക്കുക, ചെയ്തു തന്ന എല്ലാത്തിനും നന്ദി പറയുക. ഇപ്പോൾ ഈ നിമിഷം എൻ്റെ കൂടെ ഇരുന്നിട്ട് നന്ദി പറഞ്ഞു. ഞാനും നന്ദി പറയുകയാണ് എൻ്റെ പേരൻസിനോട്. പിന്നെ നമ്മുടെ ഭർത്താവ്, മക്കള് ഒക്കെ. ഭർത്താവ് ഇപ്പം എന്ത് ചെയ്തു തന്നാലും ഞാനും പറയും, എൻ്റെ ഭർത്താവിനോട് പറയാറുണ്ട്, എന്നാലും നിങ്ങൾ എനിക്ക് അത് ചെയ്തു തന്നില്ലല്ലോ, എന്നാലും നിങ്ങൾ എനിക്ക് അന്നേരം എൻ്റെ കൂടെ ഇരുന്നില്ലല്ലോ, ഇപ്പം എൻ്റെ കൂടെ ഇരുന്നില്ലല്ലോ, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ പറയാറുണ്ട്. പക്ഷെ ഒരു 100 നല്ല കാര്യം എനിക്ക് വേണ്ടി വേറെ ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ഈ നിമിഷം പുള്ളിയോട് ഞാൻ നന്ദി പറയുകയാണ്, അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുകയാണ്. ആക്ച്വലി എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. നിങ്ങൾക്ക് ആരെങ്കിലും കേട്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും ഭാര്യമാരാണെങ്കിൽ ആലോചിക്കുക, ചെയ്തു തന്ന നല്ല കാര്യം മാത്രം ഇപ്പോൾ ചെയ്യാത്തതിനെ പറ്റി വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഈഗോയും ഇല്ലാതെ ചെന്ന്, ഇത്രയും ചെയ്തു തരാൻ മനസ്സുള്ളവർക്ക് അതും ചെയ്തു തരാൻ 100% മനസ്സുണ്ടായിരിക്കും. ചെന്ന് ചോദിക്കുക, എനിക്കത് ചെയ്തു തരുമോ പ്ലീസ്, അപ്പോഴേ ചെയ്തു തന്നിരിക്കും, ഉറപ്പാണ്, നോക്കിക്കോ. ഇല്ലെങ്കിൽ കാശെങ്കിലും തരും, പോയി വാങ്ങുമോ എടുക്കുമോ എന്താ ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ മക്കളുടെ കാര്യം പറയാൻ ഞാൻ ആയിട്ടില്ല. എന്നാലും എൻ്റെ മോൻ ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിന് തിരിച്ച് പകരം തരാറുണ്ട്. ചില സമയത്ത് എന്നെ വെറുപ്പിക്കാറുണ്ട്, എന്നാലും അവൻ എന്നെ ഒരുപാട് സമയം സ്നേഹിക്കാറുണ്ട്. അതിന് അവനോട് ഉൾപ്പെടെ ഞാൻ നന്ദി പറയണം. അതുപോലെ നിങ്ങളുടെ മക്കൾ എന്ത് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് അവരുടേതായ ഒരു ലൈഫില്ലേന്നേ, കുറച്ചൊക്കെ തെറ്റ് ആർക്കാന്നേ പറ്റാത്തേ, ക്ഷമിച്ച് കളാം. മാപ്പ് അവർ എപ്പോഴെങ്കിലും നിങ്ങളോട് വന്ന് മാപ്പ് പറയുമെന്ന് പ്രതീക്ഷിക്കുക. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക, ചെയ്ത് തന്നതിന് നന്ദി പറയുക. കുറച്ചു നേരമെങ്കിലും കൂടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പറയുക. അങ്ങനെ ഓരോന്നിനും നന്ദി പറയുക. ചെയ്യാത്തതെല്ലാം എല്ലാവരോടും ക്ഷമിക്കുക. ഓക്കെ, ബി ഹാപ്പി.